6000 രൂപ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ടുകൊടുക്കേണ്ടി വരുമോ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുഴുത്തു നാറുമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗായ്സ്. ഫോൺ അധ്വാനിക്കുന്നുണ്ട്. പിന്നെ ചിലര് പറയുന്നു അവൾക്ക് ഫ്രീ കിട്ടുന്ന, വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസ അല്ലേ എന്നുള്ളത്. വെറുതെ ഇരുന്ന 5 പൈസ കിട്ടൂല. ഖബർ എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് മതത്തിന്റെ പേരിലേക്ക് മാറ്റണ്ട. എന്തിന്റെ പേരിൽ ബൈക്കിൽ ഒരാളുടെ പുറകിൽ ആ ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോകേണ്ടിന്ന് വന്നതെന്ന് അറിയോ? ആ പിതാവിന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്ന എന്താണ്? അവരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതാ? അല്ല, എന്റെ ചെലവ്, എന്റെ മക്കളുടെ ചെലവ്, മരിക്കണവരെ ജീവിക്കേണ്ട ഭൂമിയില് ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടാൻ പറ്റുമോ? സ്വന്തമായിട്ട് ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും? ആരോട് പോയി എന്ത് ചോദിക്കും? അത് എന്റെ വാപ്പ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കാശിന്റെ ആവശ്യകത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. മരണപ്പെട്ടാലും ചെലവാണ് മനുഷ്യന് എന്നുള്ളത്. അതാണ് അതിൽ പോയത്. മരണപ്പെട്ടാലും, ജനിച്ചതു മുതൽ മരണം വരെയും ചിലവുണ്ട്, അതിന് പണം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ഏത് രീതിക്ക് വളച്ചൊടിച്ച് മതത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം. ഇനി ഒരിക്കൽ അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. എന്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നത് എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയോ? ഇതിന്റെയൊക്കെ എന്റെ അനുഭവത്തിന്റെ പുറത്താണ് ഞാനീ പറയുന്നത്. എന്റെ കണ്ടന്റ് എന്റെ അനുഭവങ്ങളാണ്. അതെടുത്ത് അങ്ങോട്ട് വിറ്റങ്ങോട്ട് തിന്ന, എന്നാ അതിൽ ഞാൻ പറയണ കാര്യം എന്താന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിക്കൂടെ? അപ്പൊ നെഗറ്റീവായിട്ട് മതം കുത്തിത്തിരികി ഒരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കുക, അതങ്ങോട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതന്നെയാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പിച്ച് ചിന്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കാമെങ്കിൽ ആ പൈസക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ത്രീ ചിലർ പറഞ്ഞ അവൾക്ക് അഹങ്കാരമാണ്, അവൾ ഒറ്റയ്ക്കെല്ലാം നേടി എന്നുള്ള വിചാരമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നു, ഒറ്റയ്ക്ക് എല്ലാരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാരും സുഖിക്കുന്ന സമയത്ത്, എല്ലാരും എൻജോയ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഞാൻ മരിച്ചാല് എന്റെ ഡെഡ് ബോഡിക്ക് കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കാതിരിക്കാൻ നീ വേണമെന്നില്ല മൻസൂർ, നീ വേണമെന്നില്ല. അതിന് നമ്മളെ ഖബറെടുക്കാനും വേണ്ടിയിട്ട് 6000 രൂപ മിനിമം വേണം. നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിന്റെ പലക വെക്കാനും വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് 6000 രൂപ വേണം. അതില്ലാതെ മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും. ആ 6000 ഇല്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും എന്റെ ഈ പൊട്ടിട്ട ശരീരം ഒരിക്കലും കാക്കക്കോ പൂച്ചക്കോ കുത്തി വലിക്കാന് കോട്ടമ്മലോ അല്ലെങ്കിൽ പറമ്പിലോ ഉണ്ടാവില്ല. എന്റെ ഇത്രയും കാലത്തെ ജീവിത എക്സ്പീരിയൻസിനിടയ്ക്ക് കേട്ടിട്ടുണ്ടോ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ മനുഷ്യന്റെ മയ്യത്ത് മണക്കണത് കണ്ടുകൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന് പേടിക്കണ്ട. മരിച്ചാല് എന്റെ പൈസ എന്റെ നാട്ടിൽ ആരെങ്കിലും ഏറ്റെടുക്കും. ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാമിക ന്യായപ്രകാരം ഖബറടക്കൽ ആ നാട്ടുകാരുടെ പേര് നിർബന്ധിതമാണ്. ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ഓക്കെ, പല സ്ഥലങ്ങളിലും നിങ്ങളുടെ 6000 ഉള്ളൂ, ഞങ്ങളുടെ 10000 ഉണ്ട്. ഞങ്ങളുടെ മഹലിലൊക്കെ ഖബർ കുഴിക്കുന്ന ആൾക്ക് 3500 ഉണ്ട്. അതിൽ ചിലവ് 6000 ഇല്ലെങ്കിലും എന്നെ ഖബറടക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് തല പുണ്ണാക്കേണ്ട പൊന്നു മോളെ, എന്റെ ശരീരം കാക്കക്കും പൂച്ചങ്ങൾ കൊടുക്കൂല കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് കുറേ ദിവസമായിട്ട് കുറേ നമ്മുടെ ഫോളോവേഴ്സ് അയച്ചിരുന്നൊരു വീഡിയോ ആണിത്. ഞാൻ റിയാക്ട് ചെയ്യണ്ട, എന്തിനാണിപ്പോൾ, എനിക്കും കൂടെ അതിനുള്ള സമയം നമുക്കില്ല. സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ അലിഞ്ഞ് നടന്ന് ഉണ്ടാക്കി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ. എനിക്ക് അയച്ചു തന്നിട്ട് പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കുക, നിങ്ങൾ പറഞ്ഞ കാര്യമല്ല അവർ പറയുന്നത്, അവർ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇതിനുള്ളൊരു മറുപടി കൊടുക്കണം, ഞങ്ങൾക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയുന്ന കുറച്ച് പേരെങ്കിലും പറഞ്ഞു, കണ്ടന്റിന് വേണ്ടി അലിഞ്ഞ് നടക്കുന്ന ആൾക്കാര് അങ്ങനെ റീച്ചിനും വേണ്ടിയിട്ട് പലതും ചെയ്യും, പക്ഷെ നിന്നെ മനസ്സിലാക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് കാര്യം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ റീച്ചിനും വേണ്ടി വീഡിയോ ചെയ്തോളൂ, പ്രശ്നമല്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് എന്താണ് പറഞ്ഞത്, ഇത് എന്തിന്റെ പുറത്താണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഒരാള് പറയുന്ന ഒരു വിഷയം വഷളാക്കാൻ ഏറ്റവും നല്ലൊരു സംഭവം കൂട്ടുപിടിക്കുന്നത് ഏതാണെന്നറിയോ? മതത്തിലേക്ക് കലർത്തിക്കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണു മൂടി മതം എന്ന് മാത്രം വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതങ്ങോട്ട് ഏറ്റെടുത്ത് അത് ഭയങ്കരമായിട്ടുള്ള വൾഗറായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോയിട്ടുള്ളത്. യൂട്യൂബിലും ഒരു മാന്യനായ വ്യക്തി ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്ത ഉടനെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലിങ്ങനെ പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരസ്യം വരിക എന്ന് പറഞ്ഞാല് പൈസ ഒന്നും കിട്ടൂല അല്ലെ? പരസ്യം വരുമ്പോ അറിയില്ല എനിക്ക്. അപ്പോ അതായത് പൈസന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒരു സഹോദരിയാണ്. അവർ ഒരു ഓൺലൈൻ മീഡിയ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിലെ അവരുടെ ചില പ്രസ്താവനകൾ, അതും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് എനിക്കിതിൽ പറയാനുള്ളത്. അവർ ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പൈസയുടെ പ്രാധാന്യം പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിലാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് അവിടെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പൈസയുടെ ആവശ്യകതയെ കുറിച്ച് ഒരു മനുഷ്യന്, അതായത് എനിക്കറിയില്ല ഈ ഒരു സംഭവം തുടങ്ങുന്ന തന്നെ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല്, അതായത് മൈൽ സ്റ്റോൺ അല്ലാന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് വുഡ്സ് ചാനലിലാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് ഈ ഒരു സംഭവം വെറൈറ്റി മീഡിയയിലുള്ളവർ ഒന്നും കൂടെ അത് പറയാമോ, അത് ആ ഒരു പ്രസ്താവന കേട്ടപ്പോഴാണ് ശരിക്കും ഞാനും പോലും ചിന്തിച്ചത്, ശരിയാണല്ലോ, നമ്മൾ മരിക്കുകയാണെങ്കിൽ പോലും പൈസയുടെ ആവശ്യകത എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെന്നോട് അത് പറയിപ്പിച്ചതാണ്. അത് ഒരിക്കലും എന്റെ സ്വന്തം ഒരു വാചകമോ അല്ല. ഞാൻ ചെറുതെന്ന് കേട്ട ഒരു സംഭവം, എന്നിലേക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം ഞാൻ പറയാം. അതായത് എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് 1 കൊല്ലമായി. ആ ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം പോലും ഞാൻ പുറത്തേക്ക് പറയുന്നത്. അതായത് എന്റെ ഉപ്പ ഓൾവേസ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ, എല്ലാരും പറയും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത്. അപ്പൊ പൈസ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മരിച്ചാൽ പോലും ആ പൈസ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അപ്പൊ അദ്ദേഹം പറയുന്ന സമയത്ത് അത്രയായിരുന്നു പൈസ വേണ്ടിയിരുന്നത്, 6000 രൂപ എന്നുള്ളത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവരെ ഖബറിലേക്ക് എടുത്തു വെക്കുക, അതായത് ശവസംസ്കാരം നടത്തണം എന്നുണ്ടെങ്കിൽ ഖബറിലേക്ക് എടുത്തു വെക്കാൻ കുഴി വെട്ടുന്ന ആൾക്കാർ മുതല്, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രധാരണമൊക്കെ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവെക്കുന്നത്, ഇതിനൊക്കെ തന്നെ പൈസ വേണം എന്നുള്ളതാണ്. ആ പൈസ ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ആ പൈസ ഉണ്ടാക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ടു കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ പുഴുത്തു നാറുമോ എന്നൊന്നും അല്ല ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വാക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പൈസ ഇല്ലാതെ എനിക്ക് മരിക്കാൻ പറ്റുന്നുള്ളൊരു വാക്ക്, മരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതിലെവിടെയും ഞാൻ പരാമർശിച്ചിട്ടില്ല. ഈ മരണം എന്നുള്ളൊരു പ്രതിഭാസം ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ പോലും അവനെ മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പൈസ വേണം. ഈ ഒരു സംഭവം നടക്കും. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്കാണ് ബാധ്യത ആ ശവസംസ്കാരം എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മെല്ല് വരും. 3 ദിവസത്തിന് മേലെ നമുക്ക് സ്മെല്ലിൽ, 3 എത്രയോ എനിക്കറിയില്ല, അതെന്തോട്ടെ, എന്തു ആയിന്ന് വരികയാണെങ്കിലും നോക്കി വേണ്ടേ പറയാൻ. ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവർ ഈ പറയണത്. അതെന്റെ വാപ്പ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഇതിൽ മുസ്ലിമിന്റെ ജീവിതത്തിൽ പൈസയുടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ല, ഹിന്ദുവിന്റെ ജീവിതത്തിൽ പൈസ എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്, ക്രിസ്ത്യാനി ആണെങ്കിലും അല്ല പറഞ്ഞിട്ടുള്ളത്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ജീവിതം ജനിച്ച അന്നു മുതൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ഒരു വാക്ക് പറയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ചെലവാണ്.
ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിന്ന് എങ്ങനെ അറിയാ? ടെസ്റ്റ് ചെയ്ത് നോക്കണ കാർഡ് 50 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ അല്ലേ? അത് ആര് കൊടുക്കുന്നു ആര് വാങ്ങുന്നു എന്നുള്ളതല്ല. എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഈ 50 രൂപ ഇല്ലെങ്കിൽ ആ പെണ്ണ് പ്രഗ്നന്റ് ആവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചെലവിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ പൈസ ഇല്ലെങ്കിൽ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്നല്ല, ആ പൈസ ഉണ്ടാക്കി വെച്ചിട്ടേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കാരി അല്ലെങ്കിൽ ഒരു മഹല്ലുകാരി അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെ ശവസംസ്കാരത്തിന് പോലും ഈ പൈസ വേണം. ഈ പൈസ ആരെങ്കിലും ഏറ്റെടുക്കും, അല്ലാതെ ആ പൈസ ഇല്ലാതെ അവിടെ നടക്കില്ല എന്നല്ല. ഇപ്പൊ ആ മരണപ്പെട്ട വീട്ടുകാർ തന്നെ കൊടുക്കണം എന്നില്ല. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഏറ്റെടുക്കും, പള്ളിക്കാരെ ഏറ്റെടുക്കും, അതിനുശേഷം അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കും. അല്ലെങ്കിൽ ആ മയ്യത്ത് അവിടെ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ ഖബർ അടക്കുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. കാശിന്റെ ആവശ്യകത എത്രത്തോളം ഈ ഭൂമിയിൽ ഇട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണമാണത്. അതിനെ അങ്ങനെ നേരെ തിരിച്ച് മതത്തിലേക്ക് വട്ടം കറക്കി കൊണ്ടുവന്ന് അതിൽ കുറച്ച് കൂട്ടത്തിൽ ആൾക്കാർ ഇടുന്ന കമന്റ്സ് കാണണം. എന്റെ പഠിച്ചോനെ, ഒന്നുമില്ലേ, എനിക്ക് 5 മക്കളൊക്കെ ഇല്ലേ, നീ ഒന്ന് മരിച്ച് കാണിക്ക്, ഞങ്ങള് അതിന്റെ പൈസ തരാം. ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലാണ് കമന്റ്സ് വന്നിട്ടുള്ളത്. ഞാനൊരു മനുഷ്യനാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ എത്ര തന്നെ ധൈര്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാലും ധൈര്യമൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ കൈയും കാലും കുഴയും, എനിക്ക് സങ്കടം വരും, വിഷമം വരും. അതിലൊരു കമന്റ് കണ്ടേ, ചിന്താഗതി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ, അതായത് ഈ സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കാനും ജോലിക്ക് പോകാനുമായി ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ന്യായീകരണം ഉണ്ടാക്കാണ് എന്നാണ് ആ മനുഷ്യൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു പെണ്ണാണ്, പെണ്ണിന് ജോലിക്ക് പോകുക എന്നുള്ളത് എന്താ പറയാ ചീത്തയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ന്യായീകരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ആരുടെ മുന്നിൽ ന്യായീകരിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് എന്റെ അവകാശമാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ പോലെ നിങ്ങളുടെ മുന്നിൽ ന്യായീകരിച്ച് എനിക്ക് സമ്മതം വാങ്ങിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പറയുമ്പോൾ എന്നെ അഹങ്കാരിയായിട്ട് തോന്നുന്നുണ്ടോ? അഹങ്കാരമല്ല, എന്റെ ഭാഗത്തെ ന്യായമാണത്. പുരുഷന്മാർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അഹങ്കാരമായിട്ടൊക്കെ തോന്നും. പക്ഷേ സ്ത്രീകളോട് പോയി ചോദിച്ചു നോക്കൂ, എത്ര പേർക്ക് അന്തസ്സോടെ പറയാൻ പറ്റും എന്റെ ഭർത്താവിന്റെ പൈസയിൽ എനിക്ക് പരിപൂർണ അവകാശമുണ്ട്, എനിക്ക് ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീസൺ പോലും പറയാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് ചെലവാക്കാൻ പറ്റുന്നു? എത്ര സ്ത്രീകൾക്ക് ഈ ഭൂമിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റും? എന്ത് തന്നെ ആയാലും അനുവാദം ചോദിക്കണ്ടേ? സ്ത്രീകൾക്ക് അനുവാദം ജോലിക്ക് പോകാനും പൈസ ഉണ്ടാക്കാനും നിങ്ങളുടെ ആരുടെ അനുവാദം ആവശ്യമില്ല കേട്ടോ. അതിനുവേണ്ടി ഞാൻ ന്യായീകരിക്കാണെന്നുള്ള പൊട്ടത്തരങ്ങളൊന്നും പറയരുതാരും. പിന്നെ അടുത്തൊരു കമന്റ്, അത് നിങ്ങൾ വായിക്കുക തന്നെ വേണം. ഈ മഹത് വ്യക്തിയുടെ വീഡിയോന്റെ താഴെ വന്ന കമന്റ്, ആ കമന്റ് വായിച്ചിട്ട് ഇതിനൊക്കെ ഇടവരുത്തിയത് ഇവരാണ്. ഇവർ ഈ മതവും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മതം പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. ഒരു മനുഷ്യനെ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾ ആരോട് പോയിട്ട് അത് പൊരുത്തം ചോദിക്കും? പഠിച്ചോനോടോ? പഠിച്ചോൻ പറഞ്ഞോ? എന്നോട് തന്നെ വരണ്ടേ? ഇതിനൊക്കെ ഇടവരുത്തിയത് നിങ്ങളല്ലേ. ഞാൻ പറയാത്ത, ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും. ഞാൻ അതല്ല അവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 6000 രൂപ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ടുകൊടുക്കേണ്ടി വരുമോ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുഴുത്തു നാറുമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗായ്സ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ചെലവ് അവിടെ തന്നെ ഉണ്ട്. അത് ആരെങ്കിലും ഏറ്റെടുക്കുന്നു മാത്രമേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാല്. അപ്പൊ പറയുന്നു വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ച സമയത്ത് എത്രയോ ആൾക്കാർ മരിച്ചു, അവരുടെയൊക്കെ പൈസ അവരാണോ കൊടുത്തത് എന്നുള്ള കുറെ കാര്യങ്ങൾ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മീഡിയ മണ്ണിൽ വന്നൊരു പോസ്റ്ററാണ്. അന്ന് അവിടെ നടന്നതിന് ശേഷം എത്രയൊക്കെ ചെലവുകൾ വന്നു എന്ന് പറഞ്ഞാൽ, ഒരു ബോഡി ശവസംസ്കാരം നടത്താൻ 75,000 രൂപ ചെലവ് കണക്ക് ഗവൺമെന്റ് ബോധിപ്പിച്ചിട്ട് ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, സ്വർണത്തിലാണോ ഇവര് ഖബർ വെട്ടിയത് എന്നുള്ളത്. ഈ ഖബർ എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് മതത്തിന്റെ പേരിലേക്ക് മാറ്റണ്ട, അല്ലെങ്കിൽ കുഴി എന്ന് പറഞ്ഞാൽ അത് മോശമായി പോവോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഖബർ എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ കുറച്ച് പറയാനും വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അല്ല ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് വരാം. എന്തായാലും 75,000 രൂപ ചെലവ് കണക്ക് കാണിച്ചു.
ഈ 75,000 രൂപ എന്തിനാ ചെലവ് പറഞ്ഞത്? അത്രയും ചെലവ് എന്തായാലും ഇല്ല, അത് വേറെ. ആ സ്ഥലം ആരോ ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. സ്വിച്ച് സൗണ്ട് ഉണ്ടാക്കല്ല കേട്ടോ, ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. പിന്നെ അതുപോലെ അവിടെ എത്രയോ പേര് രാവും പകലും ഉറക്കൊഴിച്ച് അവരുടെ അധ്വാനം അവിടെ ഇട്ടുകൊണ്ട് പണിയെടുത്ത് ചെയ്തതാണ്. എന്നിട്ടും അവിടെ ചെലവ് കണക്ക് പറഞ്ഞില്ലേ? എന്തിനാ? എന്തായാലും അങ്ങനെ ഒരു ചെലവ് എക്കണോമിക്കലി നോക്കുമ്പോൾ അതൊരു സംഭവമാണ്. അതിന് നമ്മൾ ആത്മാഭിമാനമുള്ള ആൾക്കാര് എന്റെ മരണശേഷം ആരും ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ച് മുൻകൂട്ടി ഉടുക്കാനുള്ള വസ്ത്രങ്ങളും ഇത് ഈ പൈസക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാര് ഇപ്പോഴും ഉണ്ട്. അറിയോ? എന്റെ ഉപ്പാക്കുള്ള കഫംപുടവ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഉംറക്ക് പോയ സമയത്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം എടുത്ത് കൊടുത്തത്. ഞാൻ മരിച്ചാല് എന്റെ ഡെഡ് ബോഡിക്ക് കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കാതിരിക്കാൻ നീ വേണമെന്നില്ല മൻസൂർ, നീ വേണമെന്നില്ല. അതിന് ഇന്ന് ജീവനോടെ എന്റെ ഭർത്താവ്, എന്റെ ആങ്ങളമാര്, എന്റെ ഉമ്മ, എന്റെ കുടുംബം മൊത്തം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടാവും. ഇതിനു പുറമെ ഞാൻ ഉണ്ടാക്കി വെച്ച പൈസ ഉണ്ടാവും. ഓക്കെ? അതിന് നീ ഈ പറഞ്ഞ സോക്കോൾഡ് നിന്റെ നാട്ടുകാരുടെ ആവശ്യം എനിക്കില്ല. ഓക്കെ? ഞാൻ പറഞ്ഞത് അതല്ല മാൻ. തനിക്കൊരു വീഡിയോ, തനിക്കൊരു റീച്ച് അതിൽ ഉദ്ദേശിക്കുമ്പോ ആ മനുഷ്യനെ അത് ആഫ്റ്റർ എഫക്ട് എന്തൊക്കെ ബാധിക്കും? ഒരു ഉമ്മയെ തല്ലിക്കൊന്നവരെ രണ്ട് ഭാഗവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു പെണ്ണെന്ന നിലക്ക് അത് ഏതൊക്കെ വിധം താൻ കാണുന്നില്ലേ? തന്റെ ചാനലിൽ വരുന്ന ഒരു കമന്റ്, ഈ വരുന്ന കമന്റുകളൊക്കെ താൻ കാണുന്നില്ലേ? നീ ഒന്ന് മരിച്ചു നോക്ക്. നിന്റെ ശരീരം കാക്കയ്ക്ക് പൂച്ചയ്ക്ക് അവളുടെ ഒരു പെരടിക്ക് നോക്കി കൊടുക്കണം. എന്തൊക്കെയത്? പിന്നെ എന്റെ പുട്ടിയിട്ട ശരീരത്തെ കുറിച്ച് താൻ പറഞ്ഞില്ലേ? ശരീരം എന്നതുകൊണ്ട് താൻ എന്തോ ഉദ്ദേശിക്കും? എന്റെ ശരീരം താൻ കണ്ടിട്ടുണ്ടോ? മുഖത്തിന് ആരും ശരീരം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതല്ലേ താൻ കാണുന്നത്? എന്റെ ശരീരം താൻ കണ്ടിട്ടുണ്ടോ? എന്റെ ശരീരത്തിൽ പുട്ടിയിട്ട് താൻ കണ്ടിട്ടുണ്ടോ? ഈ പുട്ടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? തൊലി വെളുപ്പുള്ള സ്ത്രീകൾ ഈ ഭൂമിയിൽ ഇല്ലേ? ഇല്ലേ? ഇനി നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് അവർ മുഖത്ത് കരിവാരി തേച്ചിട്ട് വരണോ? അല്ലെങ്കിൽ നിങ്ങൾ പുട്ടിയിട്ടു എന്ന് പറയോ? എന്നെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ കമന്റ് ഇടുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയിൽ തൊലി വെളുപ്പുള്ള സ്ത്രീകൾ ഉണ്ടാവാൻ പാടില്ല? അവർക്ക് അതൊരു ശാപമാണോ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കണം. അത് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതേതൊരു പുരുഷൻ പറയട്ടെ ഒരു പൈസയുടെ അത്യാവശ്യതയെ പറ്റിയിട്ട് നിങ്ങളൊക്കെ കൈകൊട്ടി ആഘോഷിക്കും. ഞാൻ പറഞ്ഞതാണെന്ന് പ്രശ്നമായത്. എനിക്ക് പേടിയൊന്നുമില്ല. യൂട്യൂബിന് മുമ്പും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. എന്റെ അധ്വാനത്തിന്റെ മേലെയാണ് എന്റെ വിശ്വാസം. ഞാൻ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. പിന്നെ ചിലര് പറയുന്നു അവൾക്ക് ഫ്രീ കിട്ടുന്ന, വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസയല്ലേ എന്നുള്ളത്. വെറുതെ ഇരുന്ന് 5 പൈസ കിട്ടൂല. മറ്റുള്ളവരെ പോലെ ഇതുപോലെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എനിക്ക് വായി തോന്നണ വന്ന് പറയേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡാൻസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വസ്ത്രം ഉരിഞ്ഞ് എന്തെങ്കിലും കാണിച്ചിട്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട്, ഇതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ സൈഡ് പറയാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. രാവിലെ 4 മണിക്ക് എണീക്കണം. അവിടെ നിന്ന് തുടങ്ങുന്ന പണികൾ, ആ നേരത്തെ എണിച്ച് നമസ്കാരം കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കല്, വിളിക്കല്, ഇതിന്റെ അടിയിൽ കുക്കിംഗ്, ക്യാമറ അവിടെ എവിടെയും വെച്ച് ഷൂട്ട് ചെയ്ത് അതിൽ എവിടെയെങ്കിലും കഴുത്ത് കാണുന്നുണ്ടോ, കൈ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരും അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഒരു മുടി പുറത്ത് കണ്ടു, ഇതൊക്കെ നോക്കി 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 ഓരോ വീഡിയോയും ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്, ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ചിലർ പറഞ്ഞു അവൾക്ക് അഹങ്കാരമാണ്, അവൾ ഒറ്റയ്ക്കെല്ലാം നേടി എന്നുള്ള വിചാരമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നു ഒറ്റയ്ക്ക് എല്ലാരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാരും സുഖിക്കുന്ന സമയത്ത്, എല്ലാരും എൻജോയ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഓരോ സംഭവങ്ങളും ചെയ്ത്, എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഇന്ന് സംസാരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ വീഡിയോ ഉണ്ടാക്കാം. എനിക്ക് നോർമലി ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഞാൻ സംസാരിക്കുന്ന വീഡിയോസിനാണ് എനിക്ക് പൈസയും കൂടുതൽ കിട്ടുന്നത്, വ്യൂസും കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള
ഡിഷസ് കൊണ്ടുവരണം. പുതിയതായിട്ട് ആൾക്കാർക്ക് കാണുമ്പോൾ അവരുടെ ടൈം അതിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും എനിക്ക് പൈസ കിട്ടുന്ന സമയത്ത് എനിക്കും അതൊരു എന്താ പറയാ, ഞാൻ നല്ല രീതിക്കാണ് അത് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് തോന്നാനും വേണ്ടിയിട്ട് ഞാൻ പുതിയ പുതിയ ഡിഷസ് കൊണ്ടുവരുന്നു, പുതിയ പുതിയ ടിപ്സ് കൊണ്ടുവരുന്നു, ഇത് പറയുന്നു, ഇത് വീഡിയോ ആക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാ, ക്ലാസ്സിൽ പോയിട്ട് വന്ന് തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട് മൊത്തം നാശമായിട്ടുണ്ടാവും. അത് മൊത്തം ക്ലീൻ ആക്കുക. ഇതിന്റെ ഇടയിൽ മക്കളെ കുറിച്ചിട്ടുള്ള ആലോചന, ടെൻഷൻ, അവരുടെ പഠനം, അവരുടെ ജീവിത ചെലവ്, അവരെ മറ്റത് മറിച്ചത്, ജീവിതത്തിൽ എവിടെയും ഒരു താളപ്പഴയും ഇല്ലാതിരിക്കാൻ ഓരോന്നും നോക്കി 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 ചെയ്ത് ഇതിനിടയിലാണ് ഈ വീഡിയോസ് വരുന്നത്. രാത്രി മുഴുവൻ ഇരുന്ന് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം, പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം, അവരോട് ഭാഷ പോലും ശരിക്കും മനസ്സിലാവാതെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എല്ലാമായി ഒരു 2 മണിക്ക് വീഡിയോ വരുമ്പോഴേക്കും ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സും മാനസിക പീഡനവും വെറുതെ ഇരുന്നിട്ട് പൈസ കിട്ടണമെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? ഇതിന്റെ ഇടയിൽ ഹലാലായ പൈസ, ഹറാമായ പൈസ, എന്തൊക്കെ കേൾക്കണം. എന്നിട്ടാണ് ഈ പൈസ ഉണ്ടാവുന്നത്. അതിന് നിങ്ങളുടെ മുന്നിലേക്ക് എന്തൊക്കെ അനുഭവിക്കണം. ഇനി കുറേ ആൾക്കാർ ഇതിന്റെ പുറകെ വീഡിയോസ് ആയിട്ട് വരും. ന്യായമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ പോസിറ്റീവായിട്ട് ചെയ്യൂ, വീഡിയോ ചെയ്തോളൂ, പ്രശ്നമില്ല. ഇനി അതല്ല നെഗറ്റീവായിട്ടാണെങ്കിൽ ചെയ്തോളൂ, പ്രശ്നമില്ല. ഞാനല്ല ഇനി അങ്ങോട്ട് ഓക്കെ. ഒരു കമന്റ്, ആ മാന്യ മനുഷ്യന്റെ ചാനലിൽ വന്നൊരു കമന്റ്, അതിന് പരിപൂർണ ഉത്തരവാദി നിങ്ങളാണ്. കളവ് പറഞ്ഞവൾ ജീവിതകാലം മുഴുവൻ കളവ് പറയാൻ അള്ളാഹു ഇട കൊടുക്കട്ടെ. അവളിൽ നിന്നും സത്യസന്ധത, ആത്മാർത്ഥത ഇവയെല്ലാം റബ്ബ് എടുത്തു കളയട്ടെ. അവളുടെ ശേഷിക്കുന്ന ഈമാൻ അള്ളാഹു എടുത്തു കളയട്ടെ. അവളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പിശാചുക്കൾ ക്ഷണിക്കട്ടെ. റബീക്ക റബ്ബെ എന്ന് പറയുന്ന ഒരു ID ഇട്ട കമന്റ്, ഞാൻ സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഇവരിട്ട വീഡിയോയില് ഇവരുടെ സമുദായത്തിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നു, ഈ മുസ്ലിം സമുദായത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് വായിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നതാണ് സാർ ഉദ്ദേശിക്കുന്നത്? എന്ത് നല്ല മനസ്സുള്ള ആൾക്കാരല്ലേ മുസ്ലിംസ്, ഇസ്ലാമിലുള്ളവര്. നിങ്ങൾ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ ഇടവരുത്തിയത് ആരാണ്? ഞാൻ ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എന്റെ വാപ്പ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കാശിന്റെ ആവശ്യകത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. മരണപ്പെട്ടാലും ചെലവാണ് മനുഷ്യന് എന്നുള്ളത്. അതാണ് അതിൽ പോയത്. മരണപ്പെട്ടാലും, ജനിച്ചതു മുതൽ മരണം വരെയും ചിലവുണ്ട്, അതിന് പണം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ഏത് രീതിക്ക് വളച്ചൊടിച്ച് മതത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം. ഇനി ഒരു കാര്യം പറയട്ടെ, എനിക്കുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഈ കുക്കിങ്ങും കാണിച്ച് ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കണ്ട. എനിക്കുണ്ട് റിയാക്ഷൻ ചാനൽ, എനിക്കുണ്ട് 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, മോണിറ്റൈസേഷൻ ഉള്ള ഒരു ചാനൽ എനിക്കുണ്ട്. ഞാൻ ആവശ്യത്തിന് മാത്രമല്ല വർഷത്തിൽ ഒരിക്കലേ വീഡിയോ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, എന്റെ വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള വീഡിയോ അയച്ചാൽ ഞാൻ വരാറുള്ളൂ. ഇതുമാതിരി വലിച്ചു കയറാനും വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. പിന്നെ സാറിന് വീഡിയോ ഓൺ ആക്കിയതും പരസ്യം വന്നു. എന്തിനാ ഇന്നെ വെച്ച് പൈസ ഉണ്ടാക്കിയത്? അല്ലാന്ന് പറയാൻ പറ്റുമോ? പൈസന്റെ വാല്യൂ ഇപ്പൊ മനസ്സിലായില്ലേ? ഏതോ ഒരു പെണ്ണ്, ഞാനായിട്ട് സാറിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്റെ ഫോട്ടോ ഉപയോഗിക്കാൻ സാർക്ക് ഏത് വിധത്തിലാണ് അനുവാദം ഉള്ളത്? ഷംനാഥ് ഷഹീദ് പറയൂ. എന്റെ ഫോട്ടോ ഞാൻ ആ ഇന്റർവ്യൂ എന്റെ സമ്മതത്തോടു കൂടി വെറൈറ്റി മീഡിയ ആണ് വന്നെടുത്തത്. താങ്കൾക്ക് തന്ന ബൈറ്റ് അല്ല. അപ്പൊ എന്റെ ഫോട്ടോ എങ്ങനെ താങ്കൾ ഉപയോഗിക്കാം? പൈസക്ക് വേണ്ടിയല്ലേ? അത് അതിന്റെ ആവശ്യകതയല്ലേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. മരണം വരെയും ഒരു മനുഷ്യന് ചെലവുണ്ട് എന്നുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് പൈസ വേണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണെന്ന് പറയാൻ കാരണമുണ്ട്. സ്ത്രീകൾ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഞാൻ ഇതിൽ മതത്തിനെ പിടിച്ച് വലിച്ചോ? ഖബർ എന്നുള്ള വേർഡ് ഒരു മുസ്ലിം മതത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ? ഖബർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇതിന് പറയുന്നതല്ലേ? ഇനി ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. എനിക്കിഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിച്ചൂടെ?
ശരി, ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കുരു പൊട്ടുന്നത്. ഇതേ ഇസ്ലാമിക വസ്ത്രധാരണത്തോടുകൂടി ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ, എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഇതിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരെങ്കിലും അതെടുത്ത് വീഡിയോ ചെയ്തോ? എന്തുകൊണ്ട്? അതിലധികം പൈസ കിട്ടൂല, പണം കിട്ടൂല, അധികം ആരും നോക്കൂല, റീച്ച് കിട്ടൂല. അപ്പൊ നെഗറ്റീവായിട്ട് മതം കുത്തിത്തിരികി ഒരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കുക, അതങ്ങോട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതന്നെയാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പിച്ച് ചീന്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കാമെങ്കിൽ ആ പൈസയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചു. ഒരുപാട് സ്ത്രീകൾ ഗാർഹിക പീഡനമായിട്ടും മാനസിക പീഡനമായിട്ടും അല്ലെങ്കിൽ ശാരീരിക പീഡനമായിട്ടും ചില ജീവിതങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടോന്നറിയോ? തിരിച്ചു പോയാൽ എന്നെ ആര് നോക്കും എന്നുള്ളത്. ഈ നോക്കും എന്നുള്ള വാക്ക് കണ്ണുകൊണ്ടുള്ള നോട്ടാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് എന്താണ്? അവരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതാ? അല്ല, എന്റെ ചെലവ്, എന്റെ മക്കളുടെ ചെലവ്, മരിക്കണവരെ ജീവിക്കേണ്ട ഭൂമിയില് ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടാൻ പറ്റുമോ? സ്വന്തമായിട്ട് ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും, ആരോട് പോയി എന്ത് ചോദിക്കും എന്ന് കരുതിക്കൊണ്ട് അവര് പറയണത് ഈ പൈസ വേണം. തന്റെ ആങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ തന്റെ ഉമ്മാന്റെ കയ്യിലോ അല്ലെങ്കിൽ തന്റെ വാപ്പാന്റെ കയ്യിലോ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ നോക്കാൻ പറ്റുള്ളൂ. എന്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, അവര് തന്നെ ജീവിക്കുന്നത് എന്തോ പറഞ്ഞ പോലെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, എന്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നത് എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയോ? ഇതിന്റെയൊക്കെ എന്റെ അനുഭവത്തിന്റെ പുറത്താണ് ഞാനീ പറയുന്നത്. എന്റെ കണ്ടന്റ് എന്റെ അനുഭവങ്ങളാണ്. അതെടുത്ത് അങ്ങോട്ട് വിറ്റങ്ങോട്ട് തിന്ന. എന്നാ അതിൽ ഞാൻ പറയണ കാര്യം എന്താന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിക്കൂടെ? കോമൺ സെൻസ്. എന്റെ പുട്ടിയിട്ട ശരീരം എന്ന് പറയാൻ അവൻ ആർക്കാ അധികാരം കൊടുത്തത്? പുട്ടി എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരട്ടാ. ഇന്ന് ഞാൻ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. എനിക്കുള്ള ഈ രൂപവും എല്ലാം എൻ്റെ ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എപ്പോൾ വേണമെങ്കിലും പോവാം, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. അത് പഠിച്ചോന്ന് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുന്നു. അത് ഒരു നല്ല വാക്ക് പോലും ആരും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. പുട്ടി. ഇതിപ്പോ എൻ്റെ കയ്യിൽ 2 ഉള്ളൂ. ഇത് എൻ്റെ മോളുടെ ഒരു കളറിന് പറ്റിയൊരു ഷെയ്ഡാണ്. ഇത് കുറച്ച് ഡാർക്കാണ്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പെയിന്റ് അടിക്കുന്ന വെള്ള സാധനമല്ല. ഇത് നമ്മുടെ സ്കിന്നിന്റെ കളറിനനുസരിച്ച് മാറി മാറി വരുന്നതാണ്. ആർക്കും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആയി പോവാന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ തെറ്റ്. ഇത് രണ്ടും 2 ഷെയ്ഡാണ്. ഓരോരുത്തരുടെ ഷെയ്ഡിനനുസരിച്ച് വരുന്നതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെളുത്തിട്ട് അങ്ങോട്ട് പാറുന്ന ആ ഒരു സംഭവം നല്ലത്. ഇത് കുറച്ച് കാണാനൊന്നും നീറ്റായിട്ടുണ്ടാവും എന്നല്ലാതെ എന്റെ കളറിനെ പാടെ മാറ്റുന്ന ഒരു സംഭവം അല്ല. ഇത് ശരീരം മൊത്തം തേച്ച് നടക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്റെ ശരീരം, പുട്ടിയിട്ട ശരീരം എന്ന് പറയാൻ ഇവൻ ആരാണ്? ബോഡി ഷെയ്മിങ് ആണ് ഈ ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ ലീഗലി തെറ്റാണ്. വെറുതെ അങ്ങോട്ട് ഇത് കാറിൽ നിന്ന് BGM കുത്തി കഴിച്ചിട്ട് വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. അത് ആദ്യം മനസ്സിലാക്കും. എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഒരു ഇതാ വരിക. ഇത് നമ്മൾ ഇതേപോലെ ഇട്ടിട്ടല്ല പോകുന്നത്. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുട്ടി ഇതാണ്. രണ്ടും വേറെ വേറെ കളറാണ്. ഒരിക്കലും ഒരു മനുഷ്യന് തൻ്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പുട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് നീറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലർ യൂസ് ചെയ്യും. ഞാൻ ലൈവിൽ വരാറുള്ള ഒരാളാണ്, ഫിൽറ്റർ ഇടാതെ വരുന്ന ഒരാളാണ്. എന്നെ നേരിട്ട് കണ്ട എത്രയോ പേരുണ്ട്. ഇതിലൊന്നും എനിക്ക് അഹങ്കാരമോ ഇതൊന്നും ഉണ്ടായിട്ട് അല്ല. ഓക്കെ, അടുത്തത് 6000 രൂപ ഇല്ലാത്തതിന്റെ പേരിൽ ആരും ഇവിടെ മരിക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളിൽ കുറെ ആൾക്കാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു പയ്യൻ മരിച്ചു,
പിതാവ് ആ ഡെഡ് ബോഡീനെ എടുത്തുകൊണ്ട് ബൈക്കിൽ ആ പയ്യന്റെ ശരീരം വിറങ്ങലിച്ചിട്ടുണ്ട്. എടുത്തിങ്ങനെ പിടിച്ച വടി പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ അടക്കം കണ്ടിട്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ട്. അത് കണ്ട എല്ലാവർക്കും അത്രയും വിഷമം ഉണ്ടാവും. എന്തിന്റെ പേരിൽ ബൈക്കിൽ ഒരാളുടെ പുറകിൽ ആ ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോകേണ്ടിന്ന് വന്നതെന്ന് അറിയോ? ആ പിതാവിന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. ആംബുലൻസിന് കൊടുക്കാനുള്ള 10,000 രൂപ ഇല്ലാത്തത് കൊണ്ട് ഒരു ബൈക്കിൽ എത്രയോ കിലോമീറ്ററുകളോളം ആ ഡെഡ് ബോഡിയും വെച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോവാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടില് മരിച്ചാല് അതിനെ വെച്ചോണ്ട് ആരും വിലപേശില്ല. പക്ഷെ അത് കഴിഞ്ഞാല് ഈ പറഞ്ഞ ചെലവിനുള്ള പൈസകൾ നമ്മൾ കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞാല് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പള്ളിക്കാരുണ്ട്. ഞങ്ങളുടെ നാട്ടില് അതിനുള്ള പൈസ കൊടുക്കണം. ഓക്കെ, അതല്ലാതെ സ്വന്തമായിട്ട് അവരുടെ അധ്വാനം പഠിച്ചോന്റെ പേരിൽ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കുഴി വെട്ടി ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ കുഴി വെട്ടൽ ജോലിയാക്കിയ ആൾക്കാരുണ്ട്. അവരെ പൈസ വാങ്ങണേന് കുറ്റം പറഞ്ഞതല്ല ഞാൻ, ആരും കുറ്റം പറഞ്ഞതല്ല. ജനിച്ചത് മുതൽ മരണപ്പെടുന്നത് വരെയും നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം മക്കളെ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേണം. കാരണം അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുന്നതും ആത്മഹത്യകൾ പെരുകുന്നതും ഗാർഹിക പീഡനങ്ങൾ പെരുകുന്നതും അഹങ്കാരത്തോടെയും അഹന്തയോടെയും സ്ത്രീകളെ അടിച്ചമർത്തി വീടിനകത്ത് കുത്തിത്തിരികി ഞാൻ എന്ത് പ്രവർത്തിച്ചാലും നീ അനുഭവിക്കണം, നീ അതിന് അർഹയാണ് എന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നതും അവൾക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കൊണ്ട് തന്നെയാണ്. അതേസമയം അവള് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും, സ്വന്തം കാലിൽ ജീവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കാണിക്കുന്നവർ 75% കുറവേ കാണിക്കുള്ളൂ. ആ പേടിയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അപ്പൊ പൈസ വേണ്ടേ? ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനെന്തിനാ നിങ്ങൾ വളച്ചൊടിച്ച്? നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ആഫ്റ്റർ ഓൾ ഒരു വീഡിയോ ഇട്ടാല് ചിലപ്പോൾ അത് മില്യൺസ് ഒക്കെ പോയ ഒരു 35,000 രൂപ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 50,000 രൂപ കിട്ടുമായിരിക്കും. ഇതിനു വേണ്ടി എന്തിന് ഇല്ലാത്ത നുണകൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം? ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ മതത്തിന്റെ പേരിൽ ഒരു മതത്തിനെയോ ഒരു സമുദായത്തിനെയോ കുറ്റം പറഞ്ഞു കൊണ്ടല്ല വീഡിയോ ചെയ്തത്. ആ വീഡിയോ ഞാൻ എന്റെ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസക്ക്, അതും കുറെ പേര് പറയുന്നു അവൾക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ്. എന്തുവാ ഈ പറയണത്? ഞാൻ എന്റെ ചാനലിൽ ഇട്ട വീഡിയോ അല്ല, അത് ഇന്റർവ്യൂല് പറഞ്ഞൊരു വീഡിയോ ആണ്. എന്റെ ചാനലിൽ ഇതുവരെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഒരു ഇന്റർവ്യൂ, ഒരാൾക്കാർ വന്ന് ഇന്റർവ്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ എടുക്കുക? ആരോരും അറിയാത്ത ഒരു റീച്ചും ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കോ? ഇല്ല. ഓൾറെഡി റീച്ച് ഉള്ള ഒരാള് അയാളുടെ വർത്താനം ആരെങ്കിലും ഒക്കെ കേൾക്കും, അവർക്കും അതിനുള്ള ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടല്ലേ ആ വീഡിയോ വന്നെടുക്കുന്നത്. പിന്നെ എന്തിനു ഞാൻ ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കണം? കണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഒരു കമന്റ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണും ഒരു നിങ്ങൾക്ക് കയ്യും ഒരു നെറ്റും ഉണ്ട് എന്ന് വിചാരിച്ച് എന്തും ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ കമന്റ് എന്ന് പറയുന്നത്. ഒരു ലോജിക്കോട് കൂടെ ചിന്തിക്കുക, കുറച്ചെങ്കിലും കോമൺ സെൻസ് യൂസ് ചെയ്യണം. എത്രയോ ആൾക്കാർ നല്ല നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എത്ര നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ അത് ചിന്തിക്കാതെ ആഫ്റ്റർ ഓൾ കുറച്ച് പൈസയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് റീച്ചിനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോന്റെ അടിയിൽ നെഗറ്റീവിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് സപ്പോർട്ട് ചെയ്ത് പൈസയുടെ ആവശ്യകതയെ കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ നിങ്ങളെ കുറിച്ച് എന്താ ചിന്തിക്കുക? നിങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് എന്താ ചിന്തിക്കുക? സ്വന്തം സമുദായത്തിലുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് വലിച്ചു കീറണു എന്ന് ചിന്തിക്കൂലേ? എന്തായാലും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു സമുദായത്തിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. ഞാൻ കുറച്ച് മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന, സത്യം എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്ന് പറയാം, ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ആഗ്രഹിച്ച ഈ പൈസ ഉണ്ടല്ലോ, എന്നെ ഊറ്റിക്കുറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഈ പൈസ ഞാൻ വേണ്ട വെച്ച ഒരാളാണ്. എന്റെ റിയാക്ഷൻ ചാനലിൽ എനിക്ക് എന്തുകൊണ്ട് വീഡിയോ ഇട്ടുകൂടാ? ഇടാം, ഞാൻ ഇടും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളെ പോലെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കും ഞാൻ എന്താ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാം, സത്യം പറഞ്ഞാൽ അറിയാം. അറിഞ്ഞാലും അതൊരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം. നിങ്ങൾ വിജയിച്ചു. പക്ഷേ അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പൈസയുടെ ഇമ്പോർട്ടൻസ് ഒരു മനുഷ്യന്റെ മരണം
വരെ എത്രത്തോളം ആവശ്യകതയാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു സമുദായത്തിനെ ഞാൻ മോശമാക്കാനും വേണ്ടിയിട്ടല്ല. ആ പൈസ ആര് കൊടുത്താലും ആ പൈസ അവിടെ വേണം എന്നുള്ളതാണ് പറഞ്ഞത്. ആത്മാഭിമാനം ഉള്ളവർ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും. കഴിവില്ലാത്തവരെ പള്ളിക്കാർ സഹായിക്കും, നാട്ടുകാർ സഹായിക്കും, അതൊന്നുമില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ പൈസ ആവശ്യകതയാണെന്നാണ് പറഞ്ഞത്. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിപ്പോൾ എന്നെ ഊറ്റിക്കുടിച്ചത്. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ ഒരു വീഡിയോ എടുത്ത് ചെയ്തില്ലേ? ഒരു കാര്യം കൂടെ പറയണം. നിങ്ങൾ ഈ പറഞ്ഞത് ഇസ്ലാം മതത്തിനെ അല്ലെങ്കിൽ മുസ്ലിംസിനെ അവഹേളിച്ചു, എത്രയോ പേര് സഹായിക്കുന്നു, ഒരു മരണം സംഭവിച്ചാൽ 6000 രൂപ ഇല്ലെങ്കിൽ പൊഴുത്തു നാറുന്ന പോലെ ഞാൻ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഇസ്ലാമിൽ മാത്രമല്ലടോ മനുഷ്യന്മാരുള്ളത്, എല്ലാത്തിലും. ഹിന്ദുസില്, ക്രിസ്ത്യൻസില്, ഇനി ബുദ്ധിസ്റ്റ്, എല്ലാറ്റിലും സന്മനസ്സുള്ള മനുഷ്യന്മാരുണ്ട്. അവരങ്ങനെ ഒരു സംഭവം കണ്ടാൽ അവർ മുന്നിട്ടിറങ്ങും, ചെലവ് ചെയ്യും. അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ അവിടെ പറഞ്ഞത്. ചിലവിന്റെ കാര്യമാണ്. മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെയും ചിലവാണ്. സോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കി വെക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് എന്നുള്ളത്. അതിൽ മൊത്തം കുറ്റിക്കയറ്റ് നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സഹോദരന്മാരെ. ഞാൻ ഈ കുക്കിംഗ് ചെയ്യണു, എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റായി സംസാരിച്ച് ഇങ്ങനെ പോകുന്നൊരു പെണ്ണാണ്. ഇന്നത്തെ ദിവസത്തിന് കഞ്ഞി കുടിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ആയി എന്ന് വിചാരിക്കുമെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ജീവിതത്തിൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കണേനേക്കാളും വലിയ വലിയ ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നുപോയി വന്നിട്ടുള്ള ഒരാളാണ്. അതിനനുസരിച്ച് ചിലപ്പോൾ എൻ്റെ നാവിൻ്റെ നീളം ചില സമയങ്ങളിൽ കൂടും. ഓക്കെ. പിന്നെ അടുത്തത്, എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഫാമിലി കുറേയൊക്കെ സംഭവങ്ങളും ചിലരെടുത്ത് വലിച്ചിടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നടന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ട് നടന്ന സംഭവങ്ങൾ ഞാൻ പറയാതിരുന്നിട്ടും ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളും ഇട്ട് അവർ തന്നെ സ്വയം ഊഹിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ ആ നെഗറ്റീവായ ജീവിതത്തിനെ പോസിറ്റീവാക്കി മാറ്റി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. വെറുതെ അല്ല, അതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കണ്ടൂടെ? എന്തിനാ ഏതോ ഒരു വിഷയത്തിന് എന്തിനൊക്കെയോ എടുത്തിടുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? എത്രയോ പേര് ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നില്ലേ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്? അതില്ലാതെ ഇന്ന് ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയോ പേർക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ? പറട്ടുന്ന കാര്യമില്ല എന്നുള്ളത് അറിയാം, പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനും വേണ്ടി ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഇതും ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും എന്നുള്ളത് എനിക്കറിയാം. ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കുറേ കുരയ്ക്കലുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കും. പലതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനിയെങ്കിലും മറ്റുള്ളവരെ വിറ്റ് തിന്നാൻ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരിപൂർണമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിലേക്ക് വർഗീയത കുത്തിനിറച്ചുകൊണ്ട് ഇതുപോലെയുള്ള വിഷവിത്തുകൾ സമൂഹത്തിലേക്ക് വിതയ്ക്കാതിരിക്കുക. നിങ്ങളുടെ വീഡിയോ കാണുന്നത് മുസ്ലിംസോ അല്ലെങ്കിൽ ഇസ്ലാമിൽ പെട്ട ആൾക്കാർ മാത്രമല്ല, നിങ്ങളാണ് നിങ്ങളുടെ മതത്തിനെ നാട്ടുകാരുടെ മുന്നിൽ മോശമാക്കി കാണിക്കുന്നത്. ഒരു പെണ്ണിന് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു മതമാണ് എന്ന നിലക്ക് നിങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ പഠിച്ചത് അതല്ല.